എൻ്റെ ദൈവം എന്നെ കൈവിടിയല്ല. എത്ര വലിയ അപകടത്തിൽപ്പെട്ട് നിൽക്കുകയാണേലും എൻ്റെ ദൈവം എന്നെ കൈവിടിയല്ല. ദാനിയേലിന്റെ പുസ്തകം 14:28 നമ്മൾ വായിക്കുന്നുണ്ടൊരു വചനം. ദാനിയേൽ പറയുന്ന ഒരു വചനമാണത്. എൻ്റെ ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. രണ്ട് കാര്യമാണ് പറയുന്നത്. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ ദൈവം ഓർമ്മിച്ചിരിക്കുന്നു. അവന്റെ മേലൊരു ദൈവത്തിന്റെ പരിപാലന കടന്നു വന്നു. എന്താ അവന്റെ മേലുണ്ടായ പരിപാലന? അവന് വല്ലാതെ വിശക്കുന്നുണ്ട്. അവൻ എവിടെയാ കിടക്കുന്നത്? സിംഹക്കുഴിയിലാണ് കിടക്കുന്നത്. സിംഹത്തിന് ദാനിയേലിനെ വേണ്ട. കാരണം അത് ആരുടേതാ? ദാനിയേൽ ദൈവത്തിൻ്റെതാ. ദൈവത്തിൻ്റെതിന് സിംഹത്തിന് വേണ്ട. സിംഹം തൊട്ടുന്നില്ല. അവർ ആശയടക്കി നിൽക്കുക, വലിയ ആശയടക്കം നടത്തി നിൽക്കുക. പക്ഷെ ദാനിയേലിന് സിംഹങ്ങളെ പിടിച്ചു വിഴുങ്ങാൻ മാത്രം വിശപ്പുണ്ട്. അപ്പൊ അവിടെ ഒരു ദൈവ പരിപാലന കടന്നു വരുക. എന്താ ദൈവപരിപാലന? ഹബക്കുക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കയ്യില് സിംഹക്കുഴിയിലേക്ക് ദൈവമായ കർത്താവ് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് ദാനിയേലിനെ പരിപാലിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി, എത്രയോ വലിയ പരിപാലന എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. ദൈവത്തിന്റെ കരുണയിൽ ശരണപ്പെടുന്ന ഒരാത്മാവിന് ഇതുപോലെയുള്ള പരിപാലന ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് കയറുമോ? എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളോടും കൂടെ എൻ്റെ ദൈവം എന്നെ ഓർത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ.